നമ്മൾ ഏത് ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഏതാണ്? അവർ കുട്ടി പറയുന്നത് എ ക്ലാസ് ആണ് 180. അതിൽ ഹൈ ക്വാളിറ്റിയിൽ വാഹനമാണ് കേട്ടോ. ലക്ഷറി കാർന്ന് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്ക് മനസ്സിലാകെ ഓർമ്മ ഒരു പേര് ഇറ്റ്സ് മെഴ്സിഡീസ് ബെൻസ്. നമ്മൾ ഏത് ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഏതാണ്? ആ ഒരു കുട്ടി പറയുന്ന ഒരു വാക്ക് ഒരു മെഴ്സിഡീസ് ബെൻസ് ആയിരിക്കും. അത്ര ഒരു ബ്രാൻഡ് വാല്യൂലൊരു വാഹനം ഇന്ത്യയിൽ വേറെ ഒരു വാഹന നിർമ്മാണം കൊണ്ടുവരാത്തൊരു വാല്യൂ ആണ് നമ്മളെ മെഴ്സിഡീസ് കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ വീട്ടിൽ നമ്മൾ കൊടുക്കുന്ന 2 സെയിലുള്ള വാഹനമാണ്. ഒരു GLA കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു എ ക്ലാസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് നോക്കാൻ വേണ്ടി രണ്ടിനാണ്. ഒറിജിനൽ കേരള വണ്ടിക്ക് നമ്മൾ ചാനൽ മറക്കാണ്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കണം, അതിലും മറക്കാതെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഒറിജിനൽ കേരള വാഹനമായിരിക്കും, ഹൈ ക്വാളിറ്റി വാഹനം നമ്മളിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് GLA കൊടുക്കാം. ഇത് GLA 200D എഡീഷനാണ് വാഹനം വന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്. 57,000 കിലോമീറ്റർ ഓടിയ വാഹനം. 2019-20 മോഡൽ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. ഒറിജിനൽ കേരള വാഹനം കൂടിയാണ് വാഹനം കൊടുത്തിട്ടുള്ളത്. അതിന് ഹൈ ക്വാളിറ്റിയിൽ വാഹനമാണ് കേട്ടോ. യാതൊരു റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, സ്ക്രാച്ച് പോലും ഇല്ല ഈ ഒരു വാഹനത്തിൽ നിന്നാണ് പറയാനുള്ളത് കേട്ടോ. ഫ്രണ്ട് പ്രൊഫൈൽ ചെക്കുമ്പോൾ ഭയങ്കര പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു ഫ്രണ്ട് പ്രൊഫൈലാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് തന്നെ കണ്ടോ. മെഴ്സിഡീസിൻ്റെ ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഡാറ്റ റണ്ണിങ് ലാമ്പും സൈഡിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ മെഴ്സിഡീസ് ലോഗോ, സ്റ്റാർ ലോഗോ, അത്യാവശ്യം നല്ലൊരു വാല്യൂ ഉള്ള ലോഗോയാണ് ആ ഒരു സ്റ്റാർ ലോഗോ എന്ന് പറയുന്നത്. അതിൽ ക്രോം ഫിനിഷും കൊടുത്തിട്ടുണ്ട്. താഴെയാണ് ഫോഗ് ലാമ്പ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഫോഗ് ലാമ്പ് ചുറ്റും ഒരു സ്റ്റീൽ ഫിനിഷ് പോലത്തെ അല്ലെങ്കിൽ ഒരു ഫിനിഷുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളൊരു സ്റ്റാർ ലോഗോ പോലെ കൊടുത്തിട്ടുണ്ട്. ഒരു 4 സ്റ്റാർ എന്ന് പറയുന്ന രീതിയിലാണ് ഒരു ഡിസൈൻ വന്നത്. ഭയങ്കര പ്രീമിയം ലുക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരെ സൈഡിലോട്ട് പോകുമ്പോൾ കണ്ടോ, ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അലോയി 18 ഇഞ്ച് അലോയ് വീൽസിന് വാഹനം കൊടുത്തിട്ടുള്ളത്. അതും മെഴ്സിഡീസിൻ്റെ ലോഗോ വന്നിട്ടുണ്ട്. 5 സ്പോക്കാണ് അലോയ് വന്നുള്ളത്. ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ടയർ ഏകദേശം പുതിയ 4 ടയേഴ്സിന് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് എഡീഷൻ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വീൽ ആർച്ച്, പിന്നെ നമ്മുടെ സൈഡ് വ്യൂ മിറർ, അതിൽ തന്നെ 10 ഇൻഡിക്കേറ്റേഴ്സും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു ഹോട്ട് ഹാഷ് ബാക്ക് എന്ന് പറയാൻ പറ്റും. ഒരു ചെറിയൊരു മിനി SUV ആ രീതിയിൽ വരുന്നൊരു വാഹനമാണ്. ഒരു ബോഡി ഡിസൈൻ നമ്മൾ ഷോൾഡർ ലൈൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഫ്രണ്ടിൽ ഒരു ക്രോം ഫിനിഷ് പോലത്തെ ഒരു ഷോൾഡർ ലൈൻ വാഹനം വന്നത്. അതുപോലെ തന്നെ ഒരു പെനോറിക് സൺറൂഫ് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി വാഹനം കൂടിയാണിത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ പറഞ്ഞ അതേ വീല ബാക്കിലും വന്നിട്ടുള്ളത് 18 ഇഞ്ച് അലോയ് വീൽസ്. ഓവറോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ ലോഗോ കൊടുത്തിട്ടുണ്ട്. GLA 200D എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഈ ഫിനിഷ് എന്താ വെച്ചാൽ നമ്മൾ ബൂട്ട് സ്പേസിൽ ഏതും ബാഗ് കാരണം വെക്കുമ്പോൾ സ്ക്രാച്ച് ആകാതിരിക്കാനാണ് ഒരു ക്രോം പ്ലേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. 2 എക്സോ സിസ്റ്റം ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡിഫ്യൂസറൊക്കെ ഒരു സ്റ്റീൽ ഫിനിഷിലാണ് ഡിഫ്യൂസർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് അതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെയർ വീലാണ് കൊടുത്തിട്ടുള്ളത്. മെഴ്സിഡീസിൻ്റെ ഒറിജിനൽ ബാഗാണ്, ഇതിനുള്ളിലാണ് സ്പെയർ വീൽ വന്നിട്ടുള്ളത്. താഴെ കുറച്ച് ടൂൾ കിറ്റും സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് അതിലും വന്നിട്ടുള്ളത്. പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1H അപ്പ് ആൻഡ് ഡൗണും കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ആവും. നമ്മൾ സെക്കൻഡ് റോ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു നമ്മളൊരു 2019 മോഡൽ 20 മോഡൽ നമുക്ക് കാണുന്ന ഒരു ലേറ്റസ്റ്റ് മോഡൽ ആ ഒരു രീതിയുടെ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അത്രയും ഒരു നീറ്റ് ക്ലീൻ സ്പെക്കിലാണ് ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മെഴ്സിഡീസ് കയറുന്ന സമയത്ത് ഒരു എൻട്രി ലെവൽ മോഡലും കൂടിയാണ് ഈ GLA എന്ന് പറയുന്നത്. ഒരു AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ടണലും കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ കൺട്രോൾ, ഡോർ പാഡൊക്കെ ഒന്നും ഭയങ്കര നീറ്റാണ്, ഭയങ്കര ഡള്ളായിട്ടും കൂടില്ല ഒരു പെയിൻറ്റ് ജോബ്. ഒരു സ്പീക്കർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ പാനോരമിക് സൺറൂഫ് ഉണ്ട് പറഞ്ഞു, 2 സൺറൂഫാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കപ്പ് ഹോൾഡറും പ്ലേസ് ചെയ്തിട്ടുണ്ട്. മെഴ്സിഡീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാകെ ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് കംഫർട്ട്, ഒന്ന് അതിൻ്റെ റൈഡ് കംഫർട്ട്, പിന്നെ അതിൻ്റെ ഡ്രൈവിങ്. മെഴ്സിഡീസിൽ ഏറ്റവും കൂടുതൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ് റോയിലാണ്. പ്രത്യേകിച്ച് ഒരു ബിസിനസ് മാൻ ആയാലും ആരായാലും കൂടുതൽ യാത്ര ചെയ്യുക മെഴ്സിഡീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്കൻഡ് റോയിലാണ്. കാരണം കംഫർട്ട് കൂടുതൽ കിട്ടുക അതിലാണ്. നമുക്ക് ഇതിൻ്റെ ഡ്രൈവർ കോപ്പിറ്റും ജസ്റ്റ് കണ്ടു നോക്കാം. നമുക്ക് സ്കഫ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് മെഴ്സിഡീസ് ബെൻസ്. ഇതിലാകെ ഡള്ളായിട്ടുള്ള ഈ ഒരു ഭാഗം മാത്രമേ, അതും വല്ലാണ്ട് ഡള്ളായിട്ടില്ല, ചെറിയൊരു സ്ക്രാച്ച് നമ്മളെ സീറ്റിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഡോർ പാഡ് കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ ലോക്ക് അൺലോക്ക്, ഇലക്ട്രിക് കീസ് അഡ്ജസ്റ്റ്മെൻറ്റ്, മെമ്മറി ഫംഗ്ഷൻ, പവർ വിൻഡോ കൺട്രോളും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ലോക്ക് അൺലോക്കും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ
കോപ്പിറ്റ് ഡിസൈൻ ചെയ്തില്ല CLA മോഡലുള്ളത് കണ്ടോ. സ്റ്റിയറിംഗ് വീല് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതാണ് ഹോണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് താത്തിയിട്ട് ഇതാണ് ഈ വാഹനത്തിൻ്റെ ഹോണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 അനലോഗ് മീറ്റേഴ്സും ചെറിയൊരു ഡിജിറ്റൽ മീറ്ററും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കൺട്രോൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീല് ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ്, ലെതർ അല്ല റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ്. അതുപോലെ തന്നെ പെഡൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ ഗിയർ പൊസിഷൻ വന്നുള്ളത്, ഗിയർ നോബ്. സാധാരണ മോഡലിൽ ഇവിടെ ആയിരിക്കും, പക്ഷേ നമ്മളെ മെഴ്സിഡീസിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഇവിടെ കൊടുത്തുള്ള ഗിയർ നോബ് എന്ന്. പിന്നെ ഒരു ഇൻഫോടൈം സിസ്റ്റം കൊടുത്തു. പിന്നെ ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. മെഴ്സിഡീസിൻ്റെ കണക്ടിവിറ്റി എല്ലാതും നമുക്ക് അതിൽ ലഭ്യമാണ്. പിന്നെ AC വെൻ്റുകൾ 3 AC വെൻ്റാണ് സെൻട്രൽ കൺസോൾ കൊടുത്തുള്ളത്. പിന്നെ മീഡിയ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹസാർഡ് ലാമ്പ്, ഡൈനാമിക് സെലക്ഷൻ, ഓട്ടോ ഹോൾഡ്, പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ്, ആസ്റ്റർ വെക്കാനുള്ള ഏരിയയാണ്. പിന്നെ ട്യൂബ് ലൈറ്റിൻ്റെ ചാർജും സോക്കറ്റും അതിൽ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ്ട് ചാർജിങ് സോക്കറ്റ്. പിന്നെ ഇതിലും കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബട്ടൺ നമ്മളെ ഇൻഫോർട്ടീൻസിനെ കൺട്രോൾ ചെയ്യുള്ളതാണ്. ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിന് വേണ്ടി ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഒരു നീറ്റ് ആൻഡ് ക്ലീൻ പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കണ്ടോ. ഗ്ലോ ബോക്സ് അത്യാവശ്യം വലിയ ഗ്ലോ ബോക്സാണ് അതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു സൺ റൈസ് വന്നിട്ടുണ്ട്. മിറർ വിത്ത് ലാമ്പ കണ്ടോ, മിറർ വിത്ത് ലാമ്പാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സൺ റൂഫിൻ്റെ കളറും ലാമ്പിൻ്റെ കൺട്രോളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു സൺ റൈസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് GLA എന്ന് പറഞ്ഞൊരു മോഡലും കണ്ട്. ഇനി അടുത്തത് നമുക്കൊരു A ക്ലാസ്സാണ് കാണാൻ പോകുന്നത്. അടുത്തതെന്ന് പറയാനുള്ളത് മെഴ്സിഡീസ് ബെൻസിൻ്റെ A ക്ലാസ്സാണ് 180, 2013 മോഡലാണ്. 53,000 കിലോമീറ്ററുടെ 3rd ഓണർഷിപ്പ് എന്ന വാഹനമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് നോക്കാം. അതായത് ഫ്രണ്ട് പ്രൊഫൈലിൻ്റെ മെഴ്സിഡീസിൻ്റെ 3 സ്റ്റാർ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഈ ഒരു ബോണറ്റിലും അവർ ലോഗോ കൊടുത്തിട്ടുണ്ട്. ക്രോം പ്ലേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ലോഗോട് ചേർന്നൊക്കെ രീതിയിലാണ് ക്രോം പ്ലേറ്റ് കൊടുക്കുന്നത്. ഇവിടെ കുറേ ക്രോം പ്ലേറ്റ് കൊടുത്താൽ ഭയങ്കര പ്രീമിയം ലുക്ക് ആക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇതിലൊരു AMG കിറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു ലുക്ക് കിട്ടും ഒരു AMG കിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോഡൽ കൊണ്ടാണ് ഈ ഒരു ഹാച്ച് ബാക്ക് എന്ന് പറയുന്നത്. മെഴ്സിഡീസിൻ്റെ AMG കിറ്റ് ആയിട്ട് നല്ല നൈസ് ലുക്കായിരിക്കും AMG ചെയ്തിട്ടുണ്ടെങ്കിൽ. ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ ഡാറ്റ റണ്ണിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. LED പ്രൊജക്റ്റഡ് LED ലാമ്പാണ് കൊടുത്തുള്ളത്. അതുപോലെ 10 ഇൻഡിക്കേറ്റേഴ്സും അവിടെ പ്ലേസ് ഉണ്ട്. ഇതിന് ഫോഗ് ലാമ്പ് ഇല്ല ഒരു മോഡലിന്. അതാണ് AMG കിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ ഫുള്ളും മാറി പുതിയൊരു ഗ്രിൽ യൂണിറ്റ് ആയിരിക്കും. പിന്നെ നേരെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ 18 ഇഞ്ച് അലോവീൽസ് 17 ഇഞ്ച് അലോവീൽസ് കൊടുത്തിട്ടുള്ളത്. 5 സ്പോക്കാണ്. അതിൽ മെഴ്സിഡീസിന് ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 പുതിയ ടയറാണ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു മോഡലിലും പുതിയ ടയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മോഡലിൽ. പിന്നെ 10 ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. കേട്ടോ, അതിൽ 10 ഇൻഡിക്കേറ്റേഴ്സ് നമ്മളെ മെഴ്സിഡീസിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഇതും നമ്മളെല്ലാ മെഴ്സിഡീസിലും കാണുന്ന ഒരു ഡിസൈനാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡ് ഭയങ്കര വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് യൂസ് ചെയ്യലാണ്ട് 13 മോഡലെന്ന് തോന്നുന്നത്. അത്രയും നീറ്റ് ആൻഡ് ക്ലീനിലാണ് അവൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഓവർ എന്താണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ എന്നത് സിംഗിൾ ടൈലാമ്പാണ് കൊടുത്തത്. സ്പ്ലിറ്റഡ് അല്ല, ഇത് സ്പ്ലിറ്റ് ചെയ്ത് സിംഗിൾ ടൈലാമ്പാണ് കൊടുത്തത്. പിന്നെ ഇവിടെ CDI എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. A180 ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മെഴ്സിഡീസിൻ്റെ ലോഗോ. പിന്നെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിൽ വന്നുള്ളത്. ഒറിജിനൽ സ്പെയർ വീല് വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാനുവലി ക്ലോസ് ചെയ്യുന്ന ഡോർ ഒരു ഹാൻഡിലും അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പ്ലിറ്റഡ് അല്ല സിംഗിൾ ടൈലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലും AMG കിറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്ക് ബമ്പറും മാറും, ഈ ടൈലാമ്പും മാറും. കേട്ടോ, വെൽ മെയിൻറ്റെയിൻ. നമ്മൾ 2013 മോഡൽ തോന്നില്ല, വെൽ മെയിൻറ്റെയിൻ ആയിട്ടാണ് ഈ വാഹനം കസ്റ്റമർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലീനാണ്, നീറ്റ് ക്ലീൻ സ്പെക്കിലാണ് വാഹനം യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്. ഈ സീറ്റൊക്കെ ഭയങ്കര സ്പോർട്ടി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ബ്ലാക്ക് തീമായി കാരണം ഭയങ്കര സ്പോർട്ടി ഫീൽ ചെയ്യുന്ന ഒരു ഇൻറ്റീരിയറാണ് വാഹനത്തിൽ വന്നുള്ളത്. അതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ലഗ് ചാർജിങ് സോക്കറ്റും ചെറിയ സ്റ്റോറേജ് സ്പേസ്. ഇപ്പോൾ സെൻറ്റർ ചെറിയൊരു ടണൽ വാഹനത്തിൽ വന്നുള്ളത്. ഒരു ഹാൻഡ് റെസ്റ്റ് വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൽ ഹാൻഡ് റെസ്റ്റ് ഇല്ല. നമുക്ക് ഈ ഒരു കളർ കാണുമ്പോൾ ഭയങ്കര സ്പോർട്ടി ഫീൽ ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചൈൽഡ് സീറ്റ് ഒക്കെ ഒരു ലോഗോ ഇവിടെ കൊടുത്തു. ലോഗോയുടെ ലോക്ക് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് റോ എന്ന് പറയുന്നത്. നമുക്കൊരു വണ്ടി എടുക്കാൻ വിശ്വസിച്ച് വണ്ടി എടുക്കുക. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നോ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളും ഇല്ല ഈ വണ്ടിക്ക്. കേട്ടോ, ഇതാണ് ഇതിൻ്റെ പാസഞ്ചർ സൈഡ് വന്നുള്ളത്. ഇതിൽ കപ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് മെഴ്സിഡീസ് ബെൻസിൻ്റെ. നമുക്കിതിൻ്റെ കോപ്പി ജസ്റ്റ് കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഡ്രൈവർ സൈഡിലാണ് കൂടുതൽ കൊടുത്തുള്ളത്. നമ്മളെ പ്രിയ നടൻ മമ്മൂട്ടിയുടെ ഒരു വണ്ടിയുണ്ട് AMG 42. അതിൻ്റെ സെയിം സ്പെക്കിലാണ്, സ്പെക്കല്ല ഡിസൈനിലാണ് വാഹനം ഉള്ളത്.
അത് പറഞ്ഞാൽ AMG കിറ്റ് ചെയ്താൽ നൈസായിരിക്കും ഈ വണ്ടിയിൽ. അതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്നുള്ളത്. ഫുള്ള് ഒരു ബ്ലാക്ക് തീമേറെ സ്പോർട്ടി ഫീലാണ്. കീട്ട് ഓപ്പറേറ്റ് ചെയ്യാം. ചെറിയൊരു ഇൻഫോടൈം സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അൺലോക്ക് മീറ്ററും ചെറിയൊരു ഡിസ്പ്ലേ മീറ്ററും കൊടുത്തിട്ടുണ്ട്. നമ്മളെ ടൈം കാര്യമൊക്കെ മേലേറെ ചെറിയൊരു മീറ്റർ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്, മീഡിയ കൺട്രോൾസ്, അതുപോലെ തന്നെ ഹസാർഡ് ലാമ്പ്, എക്കോ, നമ്മളെ ക്ലൈമറ്റ് കൺട്രോൾ AC, ചെറിയ സ്റ്റോറേജ് സ്പേസ്, ചെറിയ ചാർജിങ് സോക്കറ്റ്, ഇവിടെ സ്റ്റോറേജ് സ്പേസ്. ഇതും തുറന്നിട്ടുണ്ടെങ്കിൽ ഇതിലും ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തുള്ളത്. പിന്നെ ഇത് നമ്മളെ ഇത് കൺട്രോൾ ചെയ്യാൻ ഒരു റോട്ടറി സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ, അതിലും കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും, ആ രീതിയിലാണ് ഉള്ളത്. അത് ഭയങ്കര ഒരു പ്രീമിയം ലുക്കുള്ള രീതിയിലാണ് നമ്മൾ മെഴ്സിഡീസ് ബെൻസ് എല്ലാ വാഹനവും ഡിസൈൻ ചെയ്യുന്നത്. ആ ഒരു ലെവല് കീപ്പ് ചെയ്യാൻ പറ്റും, ഒരു പ്രീമിയം ലുക്കിൻ്റെ ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്പർ കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഹൈ ക്വാളിറ്റിയുള്ള വാഹനം കൂടിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ചെറിയൊരു ബ്രേക്ക്.